സോ ബ്ലൂ ലോക്ക് ചാപ്റ്റർ 3010ന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടായിരുന്നു ഇഗരാശി നാഗിയെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ലാസ്റ്റ് 3009 അവസാനിപ്പിച്ചത്. സോ അവിടുന്ന് കണ്ടിന്യൂഷൻ ആണ് 3010ൽ. ഈ ചാപ്റ്ററിൽ നമുക്ക് കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണ് നാഗി വിരാട് സെറ്റിയുടെ ഓഫർ സ്വീകരിച്ചിട്ട് ബ്ലൂ ലോക്കിലോട്ട് പോവാണ്ടിരിക്കുന്നതെന്നും ആൻഡ് ഇഗരാശിയുടെ കൺവിൻസിങ് കാരണം അവസാനം നാഗി പറഞ്ഞിട്ട് ബ്ലൂ ലോക്കിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വിരാട് സെറ്റിയുടെ ഓഫർ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും നാഗിയുടെ കംബാക്കും ഈ ചാപ്റ്ററിലാണ്. ആദ്യം എന്തുകൊണ്ടാണ് നാഗി സമ്മതിക്കാണ്ടിരുന്നതും അതിനുശേഷം എന്തുകൊണ്ടാണ് സമ്മതിക്കുന്നതും എല്ലാം ഈ ചാപ്റ്ററിൽ കാണിക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കീപ് വാച്ചിങ്. സോ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണിക്കുന്നത് ഇഗരാശിയും നാഗിയാണ്. ആൻഡ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇഗരാശി പറയുന്നുണ്ടാവും, ഞാൻ നിന്റെ സ്കൂളിലോട്ട് പോയിണ്ടായിരുന്നു നിന്നെ തിരക്കിയിട്ട്, പക്ഷെ നിന്നെ അവിടെ കണ്ടില്ല. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നീ ഗെയിം സെന്റർ ഉണ്ടാവുന്നു, നീ അത്യാവശ്യം പോപ്പുലർ ആയതുകൊണ്ട് തന്നെ നീ ഗെയിം സെന്ററിൽ ഉണ്ടാവുന്നുള്ള കാര്യം ഇപ്പൊ അവർക്ക് അറിയാം. സോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഗെയിം സെന്ററിൽ ഉണ്ടാവുന്നുള്ള കാര്യമുണ്ട്. ആൻഡ് ഞാനിവിടെ വന്നപ്പോൾ നീ കറക്റ്റ് ആയിട്ട് ഇവിടെ ഗെയിമും കളിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. ആസ് ഐ എക്സെപ്റ്റഡ് നീ ഇവിടെ തന്നെ ഉണ്ടാവുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു പറയും. ആൻഡ് ഇതിനുശേഷം നാഗി ഇഗരാശിയോട് ചോദിക്കും, സോ യു ആർ എ ക്രീപ്പ് നൗ, ആൻഡ് നിനക്ക് എന്തിനാ എന്റെ പിന്നാലെ നടക്കുന്ന സ്റ്റോക്കർ എന്ന് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ആകെ ഭ്രാന്തായി ഇഗരാശി പറയും, ഞാൻ നിന്നെ പ്രേമിച്ച് നിന്റെ പിന്നാലെ നടക്കുന്നൊന്നല്ല, എനിക്ക് നശിച്ച് നിന്നെ കാണണമായിരുന്നു, നിന്നോട് സംസാരിക്കണമായിരുന്നു, അതിനുവേണ്ടി നിന്നെ തെരഞ്ഞാണെന്ന് പറയും. ആൻഡ് രണ്ടുപേരും ഒന്ന് സെറ്റിലായി ഒന്ന് ശാന്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇഗരാശി നാഗിയെടുത്ത് ചോദിക്കും, വാട്ട് ആർ യു ഡൂയിങ് അബൌട്ട് സോക്കർ, അതായത് ഫുട്ബോൾ നീ മുന്നോട്ട് എന്താ തീരുമാനിച്ചിട്ടുള്ളതെന്ന് ചോദിക്കും. ആൻഡ് അത് കേട്ടിട്ട് നാഗി പറയും, ഞാൻ അതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും. ആൻഡ് ഇഗരാശി പറയും, എനിക്ക് എക്സ്പെക്ടഡ് ആയിരുന്നു ആ കാര്യം എന്നുള്ളത് ഇഗരാശി പറയും. ആൻഡ് ഇത് കേട്ടിട്ട് നാഗി പറയാം, ബ്ലൂ ലോക്കിൽ നിന്ന് പോയതിനു ശേഷം കുറച്ച് ബുദ്ധിയൊക്കെ വന്നല്ലോ പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഇഗരാശി പറയും, അങ്ങനെയൊന്നുമില്ലടാ, ഞാൻ നിന്റെ അടുത്ത് ജസ്റ്റ് ഇത് പറയാൻ വന്നാണ്, ഒരിക്കലും നീ സോക്കർ വിടരുത്, കീപ് ഓൺ പ്ലേയിങ് സോക്കർ എന്ന് പറയാൻ വന്നാണെന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് നാഗി പറയും, ഓ നിനക്കും ഇസാഗിയുടെ പോലെ തന്നെയുള്ള ഒപ്പീനിയൻ ആണോ എന്നെ കുറിച്ചുള്ള ചോദിക്കും. ആൻഡ് ഇതിന്റെ മറുപടി ആയിട്ട് ഇഗരാശി പറയും, അങ്ങനെയല്ല, ഞാനിത് പറഞ്ഞത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ബ്ലൂ ലോക്കിലോട്ട് എൻ്റർ ആയത്. ആൻഡ് ആസ് എ ഫ്രണ്ട് ഇഗരാശി എങ്ങനെയാണോ ഫുട്ബോൾ കീപ്പ് ഓൺ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് അതുപോലെ നാഗിയും കീപ്പ് ഓൺ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ഇഗരാശിയുടെ ആഗ്രഹം. ആൻഡ് ഇഗരാശി ചോദിക്കും, നിന്റെ ബിഡിങ് ഭയങ്കരമായിട്ട് ലോ ആയപ്പോഴും നിന്നെ ബ്ലൂ ലോക്കിൽ നിന്ന് പുറത്താക്കിയപ്പോഴും നിനക്കത് എങ്ങനെയാ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് ചോദിക്കും ഇഗരാശി നാഗിയുടെ അടുത്ത്. ആൻഡ് ഇതിന്റെ മറുപടി ആയിട്ട് നാഗി പറയും, എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് നിന്ന് നാഗി പറയും. ആൻഡ് ഇതിനുശേഷം ഇഗരാശിക്ക് എന്താണ് ബ്ലൂ ലോക്കിൽ നിന്ന് പുറത്തായപ്പോ തോന്നിയെന്ന് പറയും. ആദ്യം അവന് ഫെൽറ്റ് ഫ്രസ്ട്രേറ്റഡ് എന്ന് പറയും, ബട്ട് അവന് ബ്ലൂ ലോക്കിൽ നിന്ന് പുറത്തായപ്പോഴും അവൻ ഇച്ചിരിയായിട്ട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നാഗി ആയിട്ട് ഒരാൾ ബ്ലൂ ലോക്കിൽ നിന്ന് പുറത്തായപ്പോ സന്തോഷിച്ചോന്ന് ആലോചിക്കും. കാരണം ഇഗരാശി ഒരിക്കലും ബ്ലൂ ലോക്കിലെ നമ്പർ 1 ആവാൻ വേണ്ടിയിട്ട് ബ്ലൂ ലോക്കിൽ വന്നത് ആയിരിക്കത്തില്ല, അവനൊരു പ്രോ പ്ലെയർ ആവാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ബ്ലൂ ലോക്കിലോട്ട് വന്നിട്ടുള്ളത്. ആ കാര്യം അവൻ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അവസാനം എല്ലാവർക്കും ബിഡ് കൊടുത്ത പോലെ തന്നെ അവർക്കും ഒരു ബിഡ് ഉണ്ടാവും. 3 മില്യൺ yen ആയിരുന്നു അവന്റെ ബിഡ്. അതുകൊണ്ട് തന്നെ അവൻ ഹാപ്പിയാണ്, കാരണം അവന് വീണ്ടും അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ ജോലി ചെയ്യണ്ട. ആൻഡ് ഈഗോ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഡ്രീംസ് ഉള്ളവർക്ക് ബ്ലൂ ലോക്കിൽ സ്ഥാനമുള്ള എന്നുള്ള കാര്യം ഇഗരാശിക്കും അറിയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇഗരാശി ആ കാര്യത്തിൽ ഹാപ്പി ആയിരുന്നു. 3 മില്യൺ yen അവൻ പുറത്തായാലും അവൻ ഹാപ്പി ആയിരുന്നു. ആൻഡ് ഇഗരാശി ഫുൾഫിൽഡ് ആയതുകൊണ്ട് തന്നെ ഇഗരാശി നാഗിയുടെ അടുത്ത് ഇത് തന്നെ ചോദിക്കും. അതായത് ഇഗരാശി നേരെ നാഗിയുടെ അടുത്ത് ചോദിക്കും, വേർ യു ഫുൾഫിൽഡ് എന്ന് ചോദിക്കും, അതായത് നീ ഫുൾഫിൽഡ് ആയിരുന്നു എന്ന് ചോദിക്കും. ആൻഡ് ഇത് കേട്ട് നാഗി ആദ്യമൊന്നും മിണ്ടാണ്ടിരിക്കും, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നാഗി ഫുൾഫിൽഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. ബട്ട് നാഗി ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിനക്കൊരു കാര്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ അത് അൺഫുൾഫിൽഡ് ആയിട്ട് വിടുന്നതായിരിക്കും നല്ലതെന്ന് കാര്യം നാഗി പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഇഗരാശി ഈ കാര്യത്തോട് കംപ്ലീറ്റ് ആയിട്ട് ഒപ്പോസ് ചെയ്യും. ആൻഡ് ഇതിനുശേഷം ഇഗരാശി എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും, നീ ഒരു ഡ്രീം നീ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ അതിനു വേണ്ടിയിട്ടുള്ള വെസൽ, അതിനുവേണ്ടിയുള്ള വഴി നീ എത്ര വലുതായിട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നിന്റെ ലൈഫ് നീ എത്രത്തോളം റിസ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നീ അതിനുള്ള വെസൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ലൈക്ക് ഇഗരാശി കാണുന്നുണ്ടെങ്കിൽ അവൻ ഒരു പ്രോ പ്ലെയർ ആവാൻ വേണ്ടിയിട്ട് അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവന്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് എതിർത്തുണ്ടായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞത്, ഞാൻ ഒരു പ്രോ പ്ലെയർ ആയി തന്നെ തീരും, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ട് ഈ ടെമ്പിളിലെ എല്ലാ ജോലികളും ഞാൻ ചെയ്തുകൊണ്ടെന്നായിരുന്നു ഇഗരാശി അവന്റെ അച്ഛനോടും അമ്മയോടും എല്ലാം തർക്കിച്ചായിരുന്നു ഈ ബ്ലൂ ലോക്കിലോട്ട് അവൻ വന്നപ്പോഴും അവൻ അറിയായിരുന്നു അവൻ നമ്പർ 1 പ്ലെയർ ഒന്നും ആവത്തില്ല എന്ന്. പക്ഷെ അവന്റെ ഡ്രീം എന്താണെന്ന് അവൻ നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ആ ഡ്രീമിന് വേണ്ടിയിട്ട് നല്ല വെസൽ ഉണ്ടാക്കുകയും ചെയ്തു, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഡ്രീം അവൻ അച്ചീവ് ചെയ്യുകയും ചെയ്തു. വേൾഡിലെ നമ്പർ 1 അവന് ആഗ്രഹം ായിട്ടല്ല, പക്ഷെ അവന്റെ വെസൽ അത്രത്തോളം വലുതാക്കാനും അത്രത്തോളം അതിനു വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ ഒന്നും അവന്റെ കയ്യിലില്ല, ഇഗരാശിയുടെ കയ്യിലില്ല. സോ അവന്റെ വെസലിനനുസരിച്ചിട്ട് അവന്റെ ഡ്രീം എന്താണോ അവൻ അത് കറക്റ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്തു. പക്ഷെ നാഗി, നിന്റെ അടുത്തുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കഥയാണ്. കാരണം നിന്റെ അടുത്തുള്ള വെസലും നിന്റെ അടുത്തുള്ള വഴികളും ഒരുപാട് ഡിഫറെന്റ് ആണ്. ഈ വഴികളും വെച്ചിട്ട് നിനക്ക് എന്തായാലും വേൾഡിലെ നമ്പർ 1 ആവാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്കറിയാം നീ ഒട്ടും ഫുൾഫിൽഡ് ആയിട്ടില്ല എന്നുള്ളത്. ഇതിനുശേഷം വീണ്ടും ഇഗരാശി പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു ഡ്രീമും ഇല്ല, നിനക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത പോലെ
അടുത്ത് ഒരു ഡ്രീമും ഈ ലോകത്തില്ല, നീ അതിനുവേണ്ടിയുള്ള ജസ്റ്റ് പോസിബിലിറ്റീസ് മാത്രം കണ്ടെത്തിയാവുന്ന ഇഗ്രാഷി ഇങ്ങനെ നാഗിയുടെ അടുത്ത് ഇങ്ങനെ, അതായത് അവനെങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഈ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടെന്നുള്ള കാര്യം ഇഗ്രാഷി അവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കളിച്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാഗി ഇഗ്രാഷിയുടെ അടുത്ത് പറയാൻ തുടങ്ങും, ഇനി ഞാൻ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ സത്യം പറയാന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഇഗ്രാഷി ഒന്ന് ഷോക്കാവും, കാരണം എന്താണ് സത്യം എന്നല്ലേ. നാഗി കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. അവന് ബുരാറ്റ് സൂറ്റയുടെ നിന്ന് ഓഫർ വന്നതും, അതായത് ബ്ലൂ ലോക്കിലോട്ട് തിരിച്ചു പോകാനുള്ള ചാൻസ് ബുരാറ്റ് സൂറ്റ നാഗിക്ക് കൊടുത്ത കാര്യം നാഗിയുടെ ഇഗ്രാഷി എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് ഇത് കേട്ടിട്ട് ഇഗ്രാഷി ആകെ ഷോക്കാവും, കാരണം അവൻ ഈ ഓഫർ വന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവനാകെ അവിടെ ഷോക്കായിട്ട് അലറി വിളിക്കാൻ തുടങ്ങും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം 99% ചാൻസ് ഉണ്ട് ഇഗ്രാഷി എന്തായാലും ബുരാറ്റ് സൂറ്റ വിളിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഓഫർ അവന് കിട്ടില്ല, ആ മൊട്ടത്തല എന്നെ വിളിച്ചില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ബുരാറ്റ് സൂറ്റ അവിടെ അലറിക്കൊണ്ടിരിക്കും. ആൻഡ് ഇതിനുശേഷം നാഗി പറയും, ഞാൻ ആ ഓഫർ ഡിനൈ ചെയ്തു എന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഇഗ്രാഷി പിന്നെ ഷോക്കാവും, കാരണം ഇങ്ങനെ ഒരു ഓഫർ നാഗി ഡിനൈ ചെയ്തെന്ന് ആലോചിച്ചിട്ട് ഇഗ്രാഷി വീണ്ടും ഷോക്കാവും. ആൻഡ് എന്തിനെന്ന് ചോദിക്കും. ആൻഡ് എന്തിനാണ് നാഗി അങ്ങനെ ചെയ്തെന്ന് പറയും, ബിക്കോസ് അവൻ ഒരു ഇന്റൻഷനും ഇല്ല ബ്ലൂ ലോക്കിനെ ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈഗോനെ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇൻഫാക്ട് നാഗി എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവൻ പറയുന്നത് അവൻ ഒരു ഇന്റൻഷനും ഇല്ല ബ്ലൂ ലോക്കിനെ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവനൊരു ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് വിട്ടാന്നുള്ള ലെവൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഈ റീസൺ കേട്ടിട്ട് ഇഗ്രാഷി ആകെ ഷോക്കാവും. ആൻഡ് ഇതിനുശേഷം ഇഗ്രാഷി ചോദിക്കും, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണോ നീ ആ ഓഫർ എടുക്കാണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. ഇതിന്റെ മറുപടി ആയിട്ട് നാഗി പറയും, കുറച്ചൊക്കെ ഇത് തന്നെയാണ് റീസൺ ഞാൻ ബ്ലൂ ലോക്കിലോട്ട് തിരിച്ചു പോകാത്തുള്ള കാര്യം പറയും. ആൻഡ് ഇതിട്ട് ഇഗ്രാഷി ബി ലൈക്ക്, ബിക്കോസ് ഈ തിങ്സ് അവനാണ് ബ്ലൂ ലോക്കിനെ ഏറ്റവും കൂടുതൽ ബിറ്റർ ചെയ്യുന്നത്. ഈ ഇത്രയും പ്ലേയേഴ്സ് ഉണ്ടായിട്ട് ബ്ലൂ ലോക്കിനെ ഏറ്റവും കൂടുതൽ ബിറ്റർ ചെയ്യുന്നത് നാഗിയാണ്. കാരണം ബ്ലൂ ലോക്കിന്റെ ഫിലോസഫി തന്നെ എന്താണ്, സ്വന്തം ഈഗോക്ക് വേണ്ടിയിട്ട് മാത്രം കളിക്കുന്നതാണ് ബ്ലൂ ലോക്കിന്റെ ഫിലോസഫി, ഈഗോയുടെ ഫിലോസഫി. നിന്റെ ഈഗോക്ക് വേണ്ടിയിട്ട് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ തോന്നണോ, നിനക്ക് എന്തൊക്കെ ചെയ്യാൻ തോന്നണോ അതെല്ലാം ചെയ്യണം, അതാണ് ബ്ലൂ ലോക്കിന്റെ ഫിലോസഫി. ഒരു സ്ട്രൈക്കറിന് അവന്റെ ഈഗോയെക്കാളും വലുത് ഒന്നരാന്ന് എത്രയോ തവണ ഈഗോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ഈഗോ എന്നുള്ള കാര്യം ഇത്രയും നാള് നാഗി അലട്ടിക്കൊണ്ടിരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഗ്രാഷി ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നാഗി ആകെ ഷോക്കായി പോകും. അതോടൊപ്പം തന്നെ നാഗിയുടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വെളിച്ചം തരാൻ തുടങ്ങും, കാരണം അവനൊരു ഹോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇഗ്രാഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവനൊരു ഹോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇഗ്രാഷി വീണ്ടും പറയാൻ തുടങ്ങും, നീ ബ്ലൂ ലോക്കിൽ നിന്ന് എങ്ങനെയാ പുറത്തായേ, നീ ഗോൾ അടിക്കാണ്ട് നീ ഒരു പാസ് ചെയ്തു, ആൻഡ് ആ പാസ് ചെയ്യുന്ന തന്നെ നീ ബ്ലൂ ലോക്കിനെ ബിറ്റർ ചെയ്ത പോലെയാണ്. കാരണം നീ നിന്റെ ഈഗോ വിട്ടിട്ട് നീ ഒരു പാസ് ചെയ്തുകൊണ്ടാണ് നീ ബ്ലൂ ലോക്കിൽ നിന്ന് പുറത്തായത്. ആൻഡ് ഇതിന്റെ ഒപ്പം തന്നെ ഇഗ്രാഷി ഭയങ്കരമായിട്ട് ചൂടായി, അതായത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നാഗിയോട് പറഞ്ഞു കൊടുക്കും, നീ ബ്ലൂ ലോക്കിൽ നിന്ന് പോകുന്നത് തന്നെ ബ്ലൂ ലോക്കിനെ ബിറ്റർ ചെയ്തിട്ടാണ്. ആൻഡ് ഇപ്പൊ നീ പറയുന്നത് നിനക്ക് ബ്ലൂ ലോക്കിനെ ബിറ്റർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇതില് നാഗി ഒരു ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും ഇഗ്രാഷിയുടെ അടുത്ത്, ഇൻ കേസ് ഞാൻ ബുരാറ്റ് സൂറ്റയുടെ ഓഫർ സ്വീകരിച്ച് ബ്ലൂ ലോക്കിലോട്ട് തിരിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ കുറിച്ച് എന്താ വിചാരിക്കാന്ന് ചോദിക്കും. റിയോ ആൻഡ് ഇസാഗി എന്നെ പറ്റി എന്താ വിചാരിക്കുക എന്നുള്ള കാര്യം ഇഗ്രാഷി എടുത്ത് വയ്ക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ഇഗ്രാഷി ആകെ ചിരിക്കും. ആൻഡ് ചിരിച്ചിട്ട് പറയും, അവരിപ്പോ എന്താ വിചാരിക്കുക, ഞാൻ വിചാരിക്കുന്ന കാര്യം ഞാൻ പറയാം. ഞാൻ വിചാരിക്കും നീ ഭയങ്കര പത്തറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, കാരണം ബ്ലൂ ലോക്കിൽ നിന്ന് പുറത്താക്കിയിട്ടും നീ തിരിച്ചു വന്നില്ല, അതുകൊണ്ട് നീ ഭയങ്കര പത്തറ്റിക് ആണെന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് നാഗിയും, ശരിയാണല്ലേ, ഞാൻ ഭയങ്കര പത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ വീണ്ടും പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഇഗ്രാഷിക്ക് വീണ്ടും കലി കൂടും. ആൻഡ് ഇഗ്രാഷി ഒന്നും പുറത്ത് കാണിക്കാണ്ട് പറയും. ആൻഡ് ഇതിന് ശേഷം ഇഗ്രാഷി പറയും, നിന്റെ ഡ്രീം ഇത്രത്തോളം വീക്കറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്ന ആലോചിച്ചിട്ട് നിന്റെ ഡ്രീം നിനക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ അത് വിട്ടേക്ക്, നിന്നെ കൊണ്ട് പറ്റത്തില്ല. സോക്കറും ഡ്രീമും നിന്നെപ്പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ല, അതുകൊണ്ട് നീ അതെല്ലാം വിട്ടേക്കെന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് നാഗി ചോദിക്കും, നീ എന്താടാ എന്നിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയണമെന്ന് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ഇഗ്രാഷി പറയും, ഒരു തവണ അല്ല 10 തവണ ഞാൻ അതിന് റെഡിയാണെന്ന് പറയും. ആൻഡ് ഇതിനുശേഷം ഇഗ്രാഷി അവന്റെ കഥ നാഗിയുടെ അടുത്ത് പറയാൻ തുടങ്ങും. അവൻ അവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തും എല്ലാത്തിനെയും ഫൈറ്റ് ചെയ്തിട്ട് അവന്റെ ഡ്രീമിന് വേണ്ടിയിട്ട് ബ്ലൂ ലോക്കിൽ വന്ന കാര്യമെല്ലാം അവൻ പറയാൻ തുടങ്ങും. കാരണം ആസ് പെർ ഇഗ്രാഷി ഒരാൾ ജയിക്കാനുള്ള ഹോപ്പും തോൽക്കാനുള്ള പേടിയും ഒരേ തുലാസിൽ വെക്കുന്ന 2 ഭാഗങ്ങളാണ്. അതെപ്പോഴും ടാലി ആയിട്ട് തന്നെ ഇരിക്കണം. ഞാനത് ഒരേ സ്കെയിലിൽ കീപ്പ് ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് എന്റെ ഡ്രീം ഫുൾഫിൽ ആകാൻ പറ്റിയെന്ന് പറയും. ആൻഡ് നിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്കൊന്ന് തുറന്ന് പറയാൻ പോലും പറ്റുന്നില്ല നിനക്കെന്താ വേണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നിന്റെ അടുത്ത് ഹോപ്പ് ഉണ്ട്, നീ നമ്പർ 1 പ്ലെയർ ആവുന്നുള്ള കാര്യത്തിൽ നിന്റെ അടുത്തൊരു ഹോപ്പ് ഉണ്ട്. പക്ഷേ ഇൻ കേസ് ആയില്ലെങ്കിൽ വരാൻ പോകുന്ന കോൺസിക്വൻസിനെ കുറിച്ചിട്ട്, ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നിനക്ക് പേടിയില്ല. സോ അതുകൊണ്ടാണ് നീ ഇങ്ങനെയെന്ന് പറയും. ആൻഡ് ഇത് കറക്റ്റാണ്, കാരണം ബ്ലൂ ലോക്കിൽ നിന്ന് പുറത്തായപ്പോഴും അവൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇനി റിയോന്റെ ഒപ്പം എങ്ങനെ കളിക്കുമെന്നാണ്. ഇനി ഫയർ അപ്പ് ആവുമോ, ഇനി നമ്പർ 1 പ്ലെയർ ആവാൻ പറ്റുമോ, അതൊന്നും അവൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അണ്ടർ 20 വേൾഡ് കപ്പിന് കളിക്കേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ആലോചിച്ചത് റിയോടൊപ്പം ഇനി കളിക്കാൻ പറ്റുന്ന കാര്യം മാത്രമാണ്. ആൻഡ് ഇതിന്
അതിനുശേഷം ഇഗരാശി ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് നാഗിയുടെ ഹുഡിക്ക് കയറി പിടിക്കും. ആ ഹുഡി കയറി പിടിച്ചിട്ട് പറയും, നിന്റെ അടുത്തുള്ള പോലെ ടാലന്റ് എനിക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയാണ് കാണപ്പെടുന്നത്, എന്നെ എങ്ങനെയാണ് ആൾക്കാർ എങ്ങനെയാണ് നോക്കുന്നത്, ഇതിലൊന്നും ഞാൻ ഒരിക്കലും കെയർ ചെയ്യണ്ടാവില്ല. ഞാൻ 101% എന്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തിലെ നമ്പർ 1 പ്ലെയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പറയും. ആൻഡ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇഗരാശി മെല്ലെ കൈയെടുക്കും. ആൻഡ് കൈയെടുത്തിട്ട് അവൻ ആലോചിക്കും, കാരണം ഇതെല്ലാം അവന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവൻ മാറാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇഗരാശി ആലോചിക്കും. ഈ കാര്യങ്ങളെല്ലാം ഹൈപ്പോത്തറ്റിക്കലാണ്. അവൻ ഇങ്ങനെ ഒരു ചാൻസ് വന്നില്ല, അവന്റെ അടുത്ത് ഇങ്ങനെ ടാലന്റ് ഇല്ല ഇഗരാശിയുടെ അടുത്ത്. ഇൻ കേസ് നാഗിയുടെ അടുത്ത് ഉണ്ടെങ്കിൽ പോലും നാഗിയുടെ കാര്യമാണ്, നാഗിയുടെ ജീവിതമാണ്. പക്ഷെ ഇതെല്ലാം നാഗിയുടെ കണ്ണ് തുറപ്പിക്കും. നാഗി നേരെ അവന്റെ ഇഗരാശിയുടെ തൊപ്പി എടുത്തിട്ട് ഇഗരാശിയുടെ എടുത്തിട്ട് ബിക്കം എ ഗുഡ് മോങ്ക് എന്ന് പറയും. ആൻഡ് അത് കഴിഞ്ഞിട്ട് നാഗി അവിടുന്ന് പോകും. ആൻഡ് ഇത് കണ്ടിട്ട് ഇഗരാശി വീണ്ടും അവിടുന്ന് അലറാൻ തുടങ്ങും, നീ എവിടെ പോവാണെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു തീർന്നില്ല എന്ന് പറയും. പക്ഷെ നാഗി സിമ്പിൾ ആയിട്ട് പറയും, ദാറ്റ്സ് ഇനഫ്, ദാറ്റ്സ് റിയലി ഇനഫ്. ബിക്കോസ് നാഗി ഇവിടെ വീണ്ടും ഇവന്റെ ഈ വാക്കുകളിൽ ഫയർ അപ്പ് ആയിട്ടുണ്ട്. ആൻഡ് നാഗി ഫയർ അപ്പ് ആയിട്ടുള്ള കാര്യം ഞാനായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇതോടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കും. നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ ഒന്ന് എടുത്ത് വായിച്ചാൽ മതി. നല്ല കട്ടയ്ക്ക് മോട്ടിവേഷൻ കിട്ടും. എന്ത് ചെയ്യാനാണെന്നുണ്ടെങ്കിലും, ലൈഫിൽ സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇതൊന്നും എടുത്ത് വായിച്ചാൽ മതി. അപ്പൊ എന്തായാലും അടുത്ത ചാപ്റ്ററിൽ കാണാം. അടുത്ത ചാപ്റ്റർ റിലീസ് ആയിട്ടില്ല, 311 റിലീസ് ആയിട്ടില്ല. റിലീസ് ആവുകയാണെങ്കിലോ അതോ ലീക്ക് വരികയാണെന്നുണ്ടെങ്കിലും അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്, ബൈ.